അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ദുആ ചെയ്യാൻ വേണ്ടി വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് ആയിട്ട് അറിയിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ദുആകളും അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന ഖുർആൻ പാരായണം, അതുപോലെ ദിക്റുകൾ, സ്വലാത്തുകൾ, നമ്മുടെ നിസ്കാരങ്ങൾ എല്ലാം അല്ലാഹു ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് ഒരു മുതൽക്കൂട്ടാക്കി തരട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് പറയാറുണ്ട്, അത്താഴത്തിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയവുമാണ്. അപ്പോൾ കൂടുതലായിട്ടും എൻ്റെ ഈ ചാനലിൽ ഞാൻ പറയാറുള്ളത് ഓരോ കാര്യം നിറവേറാൻ ചൊല്ലുന്ന ദിക്റ്, സ്വലാത്തുകൾ, ഖുർആനിലെ ആയത്തുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഞാൻ പറയാറുള്ളത്. കാരണം എൻ്റെ വീഡിയോ കാണുന്ന മുഴുവനായിട്ട് 100% ആൾക്കാരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് ആഗ്രഹമുള്ളത്. അങ്ങനെയുള്ള ദിക്റുകളും സ്വലാത്തുകളെ പറ്റിയിട്ടാണ് അവരെപ്പോഴും വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് കൂടുതലായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ആക്കാറുമുള്ളത്. അൽഹംദുലില്ലാ. അതുപോലെ നിയ്യത്താക്കി അവരൊക്കെ ചൊല്ലി നോക്കിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതും അവർ വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് മെസ്സേജൊക്കെ ആയിട്ട് എഴുതി അറിയിക്കാറുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ പറയുന്നത് അത്താഴം കഴിച്ചതിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു ദിക്റാണ്. അതായത് പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിലെ 2ാമത്തെ 10-ൽ അത്താഴം കഴിച്ചതിൻ്റെ ശേഷമായിട്ട് ചൊല്ലിയാൽ ഒരുപാട് മഹത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. അതുപോലെ നമ്മൾ എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത്, വേദനിക്കുന്നത്, ആ ഒരു പ്രയാസം, ആ ഒരു ദുഃഖം, നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ എല്ലാം തീർന്നു കിട്ടും. അത്രക്കും ഒരു മഹത്വമുള്ളൊരു ദിക്റാണ്. ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ദിക്റെ പറ്റിയിട്ട് അറിയുന്നതായിരിക്കും. എന്നാലും ഇൻഷാ അല്ലാ ഞാനിതാ ഇവിടെ കമൻറ്റിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇത് ഇത്ര എണ്ണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുണ്യമാക്കപ്പെട്ട റമളാൻ മാസമാണ്. അപ്പോൾ നമുക്ക് അത്താഴത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ ആദ്യമേ ആയിട്ട് ഓരോ കാര്യങ്ങൾ നിയ്യത്താക്കി വെച്ചിട്ടുണ്ടാവും. എനിക്ക് അത്താഴം കഴിച്ചതിൻ്റെ ശേഷമായിട്ട് 4-5 ജുസ് ഓതി തീർക്കണം, അല്ലെങ്കിൽ എനിക്ക് യാസീൻ ഓതണം, മുത്ത് പേരിലായിട്ട് എനിക്ക് സ്വലാത്ത് ചെല്ലണം, മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് എനിക്ക് യാസീൻ ഓതണം. ബദരീങ്ങളെ ആണ്ടിലേക്ക് മുന്നേ ആയിട്ട് നിയ്യത്താക്കി വെച്ച യാസീനൊക്കെ ഓതുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ എണ്ണം പറയാത്തത്. എണ്ണം നമുക്കൊക്കെ ഓരോരുത്തർക്കും കഴിയുന്നൊരെണ്ണം നമ്മൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരേ എണ്ണമാണ് ഒരു അത്താഴം കഴിച്ചതിൻ്റെ ശേഷമായിട്ട് സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം, അല്ലെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുന്നതാണെങ്കിൽ അങ്ങനെയും ചെല്ലാം. അങ്ങനെ ഇന്ന സമയം എന്നും ഞാൻ പറഞ്ഞില്ലേ, അത്താഴം കഴിച്ചതിന് ശേഷമായിട്ട് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇത് ചൊല്ലാൻ വേണ്ടി 7 തവണയാണെങ്കിൽ നിങ്ങൾ 7 തവണ ചൊല്ലിക്കോളി. അല്ല നിങ്ങളൊരു 33 തവണ ഞാൻ ചൊല്ലുമെന്ന് നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കുകയാണെങ്കിൽ ഒരു 33 തവണ ചൊല്ലിക്കോളി. ഇൻഷാ അല്ലാ നമുക്കിത് ചെല്ലാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇതാ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഈ ഒരു ദിക്റ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എലാ കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് എന്ന ദിക്റാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. നമുക്ക് ഒരുമിച്ചിട്ട് ഇത് ഇൻഷാ അല്ലാ ഒരു 11 തവണ ചൊല്ലാം. കാരണം ചില ഉമ്മമാർ പറയാറുണ്ട്, നിങ്ങൾ വീഡിയോയിൽ ഓരോ ദിക്റ് പറയുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഒരു 10-12 പ്രാവശ്യം അതൊന്ന് ചൊല്ലണം, എന്നാലാണ് ഞങ്ങൾക്ക് അറബി ശരിക്ക് വായിക്കാൻ അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിലായിട്ട് നിങ്ങൾ എഴുതി കാണിക്കണം എന്നൊക്കെ. അപ്പോൾ ഒരു 11 തവണ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം
അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ് കേട്ടോ. അല്ലാതെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നല്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത് എന്ന ദിക്റാണ് അത്താഴം കഴിച്ചതിൻ്റെ ശേഷമായിട്ട് എവിടെയെങ്കിലും നിങ്ങളൊന്ന് ഇരുന്ന് കൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ മനസ്സിലുള്ള ആ വേദന, പ്രയാസം, ആ ദുഃഖം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് ഞാനിത് ചൊല്ലുന്നത്. എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നത്, അങ്ങനെ എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത്, പ്രയാസപ്പെടുന്നത്, ആ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നിയ്യത്താക്കിയിട്ട് അത്താഴം കഴിച്ചതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് ചൊല്ലി നോക്കൂ. അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് ഇതിന് നൽകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ട് എങ്കിൽ വാട്സപ്പ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്ന് ഒരുപാട് ഉമ്മമാർ അതുപോലെ ഇന്ന് രാവിലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് രാവിലെ നമ്മുടെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും അതിന് വേണ്ടിയിട്ട് ചൊല്ലേണ്ട ഒരു കാര്യം ഞാനൊരു അമലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേരത് മനസ്സിലാവാഞ്ഞിട്ട് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അതന്നെ ഞാൻ ആ വീഡിയോയിൽ ഒരുപാട് തവണ ഞാൻ പറയും. 2-3 തവണ ഒരു കാര്യം ഞാൻ മറിച്ചും തിരിച്ചുമായിട്ട് പറയാറുണ്ട്. കാരണം ഇതാണ്, ഒരുപാട് ഉമ്മമാരാണ് എൻ്റെ വീഡിയോ കാണാറുള്ളത്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞത് തന്നെ പറയാറുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് പേർ കമൻറ്റ് ഇടാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നതെന്ന്. കാരണം ഇതാണ്, അവർ വാട്സപ്പിൽ വന്നിട്ട് പറയും, ഇത്ര 2-3 പ്രാവശ്യം പറയണം കേട്ടോ, ദിക്ർ നിങ്ങൾ 2-3 പ്രാവശ്യം പറയണം, മലയാളത്തിൽ എഴുതി വിടണം എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ട് എങ്കിൽ വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കട്ടോ. അത്താഴം കഴിച്ചതിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ദിക്റാണ്. എവിടെയെങ്കിലും തനിച്ച് ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിന് ശേഷമായിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഞാൻ പറയാറില്ലേ, സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലി തീർക്കുക. അതായിരിക്കും ഏറ്റവും അഫ്ളലായിട്ടുള്ളൊരു ടൈം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇനി ഞാൻ എല്ലാ വീഡിയോയിലും ചൊല്ലാറില്ലേ, നമ്മൾ ഒരുമിച്ച് കുറച്ച് ദിക്റായിട്ടോ സ്വലാത്തായിട്ടൊക്കെ നമ്മൾ ചൊല്ലിയിട്ട് ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സ്വലാത്താണ് ഇന്ന് ഞാൻ ചൊല്ലാൻ കരുതിയത്. ഇന്ന് തിങ്കളാഴ്ച രാവാണല്ലോ. അതിമഹത്തായിട്ടുള്ള ഒരു 3 സ്വലാത്ത്, 33 എണ്ണം വെച്ച് ഈ 3 സ്വലാത്ത് നമുക്ക് ചൊല്ലാം. നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസം, വിഷമങ്ങളും അള്ളാഹു സമാധാനത്തിലാക്കി തരട്ടെ. എന്തൊക്കെ കാര്യം കൊണ്ടാണ് ഓരോരുത്തർ ടെൻഷൻ അടിക്കുന്നത്, എന്ത് കാര്യമാണ് ആ ഒരു കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ, സമാധാനം തരട്ടെ, മനസ്സിനൊരു കുളിർമ തരട്ടെ, ഒരു റാഹത്ത് തരട്ടെ. കടമാണെങ്കിൽ ആ കടം വീട്ടാനുള്ളൊരു മാർഗം അള്ളാഹു നമ്മുടെ മുന്നിൽ ഹലാലായിട്ടുള്ളൊരു മാർഗം അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്ത് ചൊല്ലാം. ആദ്യം തന്നെ ചൊല്ലുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. വലിയ വിജയം കൊണ്ടുവരുന്ന സ്വലാത്താണിത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിജയം നൽകുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ധാരാളമായിട്ട് അധികരിപ്പിച്ചോളൂ ഈ സ്വലാത്തുൽ ഫാത്തിഹ് എന്ന്. നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരും. ഏത് സ്വലാത്തും ചൊല്ലിയാലും ഒരുപാട് വിജയം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കൊണ്ടുതരും. പ്രയാസങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകും. അത്രക്കും അഫ്ളലായിട്ടുള്ള സ്വലാത്തുകളാണ്, വീര്യം കൂടിയ സ്വലാത്താണ് ഇന്ന് നമ്മളിവിടെ ചൊല്ലുന്നത്. ഒന്നാമതായിട്ട് സ്വലാത്തുൽ ഫാത്തിഹ്, അത് കഴിഞ്ഞിട്ട് ചെല്ലുന്നത് നാരിയത്ത് സ്വലാത്ത്. നാരിയത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തീ പടരും പോലെ തീ വേഗത്തിൽ ഫലം കാണുന്ന സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. അടുത്തത് നമ്മൾ ചൊല്ലുന്നത് സ്വലാത്തുൽ ഇബ്രാഹിമിയ സ്വലാത്ത്, സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയിട്ടുള്ള സ്വലാത്താണ്. അപ്പോൾ നിങ്ങൾ ഈ സ്വലാത്ത് ഞാൻ ചൊല്ലുന്നത് കൂടെ ആയിട്ട് ചൊല്ലുക. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്ത് 11 എണ്ണം വെച്ചിട്ട് നാരിയത്ത് സ്വലാത്ത് 33, ഇബ്രാഹിമിയ സ്വലാത്ത് 33, സ്വലാത്തുൽ ഫാത്തിഹ് 33, അങ്ങനെ എണ്ണം വെച്ചിട്ട് ചൊല്ലാം. നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു
സമാധാനത്തിലാക്കി തരട്ടെ. തിങ്കളാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ട്, അതുപോലെ തന്നെ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് നമ്മൾ ചൊല്ലുന്നത്. മുത്തുറസൂലിൻ്റെ അടുത്തേക്ക് അള്ളാഹു മദീനയിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ഈ സ്വലാത്ത്. നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും എല്ലാം അള്ളാഹു സമാധാനത്തിലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഞാനിതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് ചെല്ലാം. ഫസ്റ്റിലായിട്ട് 11 സ്വലാത്തുൽ ഫാത്തിഹ ആണ് ചൊല്ലുന്നത്. ഇൻഷാ അല്ലാഹ് മദീനയിലേക്ക് അള്ളാഹു ഒഴുകി എത്തിച്ചു കൊടുക്കട്ടെ. اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അടുത്തതായിട്ട് നാരിദ് സ്വലാത്ത് 11 ഇതവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്, നോക്കിയിട്ട് ചൊല്ലുക കേട്ടോ. മനസ്സിൽ മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് ചൊല്ലുക. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة
ونفس بيد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك. അങ്ങനെ അൽഹംദുലില്ലാ സലാത്തുൽ ഫാത്തിഹ 11 എണ്ണം, നാരിയത്ത് സലാത്ത് 11 എണ്ണം ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് മഹത്തായിട്ടുള്ള ഇബ്രാഹിമിയ സ്വലാത്താണ് 11 എണ്ണം ചൊല്ലാൻ പോകുന്നത്. മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് മുത്തറസൂലിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ചൊല്ലുക 11 എണ്ണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ
വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അൽഹംദുലില്ലാ. നമ്മൾ സലാത്തുൽ ഫാത്തിഹ 11 എണ്ണം, ഇബ്രാഹിമിയ സ്വലാത്ത് 11 എണ്ണം, നാരിയത്ത് സ്വലാത്ത് 11 എണ്ണം ചൊല്ലി തീർത്തിട്ടുണ്ട്. മുത്ത റസൂലിൻ്റെ അടുത്തേക്ക് അള്ളാഹു അത് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബേ, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ടല്ലോ. എല്ലാം നിനക്കറിയാലോ, നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ റഹ്മാനെ. എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലും സമാധാനത്തിലും ആക്കിക്കൊണ്ട് അല്ലാ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് റബ്ബേ നിന്നിലേക്ക് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് റബ്ബേ ഞങ്ങൾ കൈകൾ ഉയർത്തിയത്. റബ്ബേ, ഞങ്ങൾ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കൈയിനി ഉത്തരം ഇല്ലാതെ മടക്കല്ലേ അല്ലാ. ഞങ്ങളെ ദുആക്കിനി ഉത്തരം ഉണ്ട് റഹ്മാനായ റബ്ബേ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ. കടം വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കല്ല. ഒരുപാട് ഉമ്മമാർ പ്രയാസത്തിലാണ് റഹ്മാനെ. പലവിധ പ്രയാസങ്ങളുമാണ് ഓരോരുത്തർക്കുള്ളത്. നിനക്കറിയാലോ ഓരോരുത്തർക്കും മനസ്സിൽ എന്തൊക്കെ പ്രയാസമാണുള്ളത് എന്ന് നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ റബ്ബേ. എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്ക്. എങ്ങനെയാണ് അവരൊക്കെ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത്? ഹലാലായിട്ടുള്ള അവരുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കല്ല, ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കല്ല. കടം കൊണ്ടാണ് പ്രയാസപ്പെടുന്നവർ, കടം ഉള്ളവർക്ക് കടം ഹലാലായിട്ടുള്ളൊരു മാർഗം, ഒരു വഴി അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കുക റഹ്മാനെ. ഭർത്താവിൻ്റെ സ്വഭാവം കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിമാർ കരഞ്ഞോട് വാട്സപ്പിൽ പറയാറുണ്ട് റബ്ബേ. സമാധാനമുള്ള ജീവിതം കൊടുക്കുക റഹ്മാനെ. തമ്മിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെയുള്ള ജീവിതം മരണം വരെ നീ ഹൈറാക്കി കൊടുക്കല്ല റബ്ബേ. ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നീ പുറത്തു മാപ്പാക്കണേ അല്ല റബ്ബേ. ഞങ്ങൾ മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നതല്ല. ദുആ ഉത്തരം കിട്ടാതെ മടക്കല്ല റഹ്മാനെ. നീ കൈ മടക്കല്ല അല്ല. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കല്ല. ഞങ്ങളെ മനസ്സിലുള്ള വിഷമം നീ കാണുന്നില്ലേ റഹ്മാനെ. എല്ലാം നീ റാഹത്തിലാക്കി കൊണ്ടല്ല. സമാധാനമുള്ള ജീവിതം കൊണ്ട് റഹ്മാനെ ഞങ്ങൾ ചെയ്യുന്ന അമലിന് ഇന്ന് ദുനിയാവെന്നും നാളെ ആഖിറത്തെന്നും ഉപകരിക്കുന്ന ഒരു മുതൽക്കൂട്ടാക്കി ഞങ്ങൾക്ക് നീ തരണേ അല്ല. ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ല. ഞങ്ങളെ മക്കളൊക്കെ പരീക്ഷയിലാണ് റഹ്മാനെ. പലർക്കും പലവിധ തരത്തിലുള്ള എക്സാമാണ് അല്ല. SSLC എക്സാം, +2 എക്സാമൊക്കെയാണ് റഹ്മാനെ. റബ്ബേ, അവർക്കൊക്കെ നീ ഉന്നത വിജയം കൊടുക്കണേ. ഒരുപാട് മക്കൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് റബ്ബേ. റബ്ബേ, അവർ പ്രതീക്ഷിക്കുന്ന വിജയം അവർക്ക് നീ കൊടുക്കണേ അല്ല. റബ്ബേ, ഉന്നത വിജയം തന്നെ അവർക്ക് നീ കൊടുക്കല്ല. അവരെ മനസ്സിന് നിരാശപ്പെടുത്തല്ലേ അല്ല. പഠിക്കാനുള്ള മണ്ട അവർക്ക് കൊടുക്ക്, ബുദ്ധി നീ അവർക്ക് കൊടുക്ക് റഹ്മാനെ. പഠിക്കാനുള്ളൊരു കഴിവ് കൊടുക്കണേ അല്ല. പരീക്ഷാ ഹാളിലെത്തുമ്പോൾ ആ ചോദ്യപേപ്പർ കാണുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ, ആൻസർ എല്ലാം അവരുടെ മനസ്സിൽ നീ എഴുതാൻ എളുപ്പമാക്കി കൊടുക്കല്ല. നിനക്ക് എല്ലാത്തിനും കഴിയുമല്ലോ അല്ല. എല്ലാം നീ റാഹത്തിലാക്കുക. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ ദുആ നീ ഉത്തരം കിട്ടാതെ മടക്കല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട് റബ്ബേ. അവരൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളൊക്കെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഇന്ന് തിങ്കളാഴ്ച രാവാണല്ലോ, 3 യാസീൻ ഓതിയിരിക്കുകയാണ് റഹ്മാനെ. തറാവി വരെ കഴിഞ്ഞ് റാഹത്തിലായിട്ടാണ് റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ല. ഞങ്ങൾ നിസ്കാരങ്ങളും ഞങ്ങൾ ഓതുന്ന ഖുർആനുകൾ, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ എല്ലാം നീ ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടായി നീ സ്വീകരിക്കല്ല. ഞങ്ങളെ ഖബറിൽ നീ വെളിച്ചമേകണേ അല്ല. ഞങ്ങളെ ഖബറിൽ മുതൽക്കൂട്ടായി ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് ഞങ്ങൾക്ക് രക്ഷ ആകണേ അല്ല.
ആമീൻ 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 റഹ്മതിക റഹ്മർ റഹീമീൻ വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖി സയ്യിദിന മുഹമ്മദി ആലിഹി വസഹബിഹി വസല്ലം സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമു അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും ദുആ വസിയത്തോടെ പ്രത്യേകമായിട്ട് ഞാൻ പറയാണ്, എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വേണ്ടി ദുആ ചെയ്യാറുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും റാഹത്തല്ലേ. ഇപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നാട്ടിലൊക്കെ മഴ ഉണ്ടോയെന്നൊക്കെ കമൻറ്റിലൂടെ ആഡ് ചെയ്ത് കേട്ടോ. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.